ഈ വക കാര്യങ്ങൾ ക്ലീറ്റസ് ഏറ്റെടുക്കണമെങ്കിൽ മിനിമം ഒരു 25,000 രൂപയെങ്കിലും അവന് കൊടുക്കണം. 25,000 രൂപ കൊടുക്കാം. എന്നാലും കാര്യം നടക്കണം. എങ്കിൽ മുതലാളി ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ആ കാര്യം ഞാൻ ഏറ്റവും ഇത് ഞാൻ നടത്തി തരും. എങ്കിൽ ഉറപ്പല്ലേ? കാശൊരു പ്രശ്നമാണ്. അത് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാൽ ശരിയാക്കി. ഞാൻ ശരിയാക്കി തരാം. ആ ക്ലീറ്റസ് ഞാൻ വിളിക്കാം. അളിയാ അളിയാ പോവല്ലേ അളിയാ? പഴയ കേസെല്ലാം മുതലാളി എഴുതിത്തള്ളി. അളിയക്ക് വാ, ഇതൊരു പുതിയ ഗോളാണ്. വാ അളിയാ. അളിയ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. മുതലാളിക്ക് എന്താണാവോ ഞാൻ ചെയ്തു തരേണ്ടത്? ഒരു വലിയ കാര്യം ചെയ്തത് അൻസാർ അല്ല വിവരവും പറയും. മുതലാളി ഇതിപ്പോ പ്രശ്നം ഞാൻ ഏറ്റെടുക്കാം. മാത്രമല്ല അവിടെ പറഞ്ഞ കുറേ പേരൊക്കെ എനിക്ക് എതിരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇച്ചിരി ചെലവ് വരും. അതിനെന്താ എന്നാ വരും ചെലവ്? അതിപ്പോ എല്ലാം കൂടെ അവരെ ഇവിടെ ഒക്കെ കൂടെ ഒരു 10,000 രൂപ എന്തായാലും വേണ്ടി വരും. 10,000 രൂപ. ഞാൻ 15,000 രൂപ ക്ലീറ്റസിന് വരും. എന്നാലും എനിക്ക് മുതലാളി 15 രൂപ തരാൻ വരും. ഒരു അഡ്വാൻസ് ഇപ്പൊ തന്നെ വരും. മുഴുവൻ പൈസ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ? അഡ്വാൻസ് അല്ലേ? അതയ്യ ബാക്കി കാര്യം നടക്കട്ടെ. കാര്യം നടക്കണം. നടത്തി തരും ഞാൻ. എന്നെയൊന്നും വേണ്ട മുതലാളി, ഞാൻ കൂടു. സംഘം നക്കിളി മോളെ. ഓ ഒരു മിനിറ്റ് അമ്മളിക്കുട്ടി ചേട്ടാ, ദേ വരേ. എവിടെ? ദേ വന്നു ഇരിക്കെ. ആ അടുക്കളയിലായിരുന്നു. എന്ത് പരിപാടി? കറി വെക്കണം. എനിക്കിതൊക്കെ തന്നെയല്ലേ പരിപാടി. തക്കിളോളെ എവിടെ? അവളെവിടെ ഉണ്ടെന്ന് കളിക്കാൻ പോയിണ്ടാവും. അല്ല, ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ്. ഇവന് ഓരോരോ ദിവസം ഓരോ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കാൻ പറ്റില്ലേ? ഉറക്കം വരുന്നില്ല അവന്. ക്ലീറ്റോനോ? ആ പിന്നെ വേറെ ആരെ കുറിച്ച് ഞാൻ പറയാം. എന്താ പ്രശ്നം? ആ പള്ളിക്കെതിരെ സമരം ചെയ്യാൻ പോണെന്ന്. ആര്? നിന്റെ ഭർത്താവ് ക്ലീറ്റസ്. വേറെ ആര്? പിന്നെ ആരോ പറ്റിച്ചതാകും ചേട്ടനെ. ആരെ പറ്റിച്ചത്? ഇത് ആരെ പറ്റിച്ചെന്നല്ല, ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നടരാജനെയും മറ്റേ അൻസാറിനെയും ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തിന്? പള്ളിയായിട്ട് എന്താണ് ക്ലീറ്റോന് ഒരു പ്രശ്നമില്ലല്ലോ. പള്ളിയായിട്ട് ക്ലീറ്റോയ്ക്ക് ഒരു പ്രശ്നമില്ല. ആ സുരേന്ദ്രൻ മുതലാളിയും പള്ളിയായിട്ടാണ് ഇപ്പം പ്രശ്നം. അതിന് ക്ലീറ്റോൻ എന്താ? അതാണ് കഥ. ആ സുരേന്ദ്രൻ മുതലാളി പണ്ടം കണ്ട് ഒരു ഏക്കർ സ്ഥലത്തിൽ നിന്ന് ഒരു 50 സെന്റ് വിറ്റത് ഓർമ്മയുണ്ട? പള്ളിക്കാരല്ലേ അത് വാങ്ങിച്ചത്, പള്ളിയുടെ അടുത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട്. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 1 ഏക്കർ ഒരിടം പള്ളിയുടെ അടുത്തുണ്ട്. അത് ഒരു 50 സെന്റ് പള്ളിക്കാർ വാങ്ങിച്ചു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോ പള്ളിക്കാർ സെമിത്തേരി ആക്കാൻ പോകും. ഇതിപ്പോ ഇവിടെ സെമിത്തേരി വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള സ്ഥലമൊന്നും വിറ്റ് പോവില്ല. ഇപ്പൊ അഡ്വാൻസ് വാങ്ങിച്ചവരാണ് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ, തിരിച്ചു ചോദിക്കുകയാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് ഈ സുരേന്ദ്ര മുതലാളി ഈ ക്ലീറ്റസിനെ പിടിച്ച് ഫ്രണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ മണ്ടനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം ഒന്നും പറഞ്ഞോട് അവന് കുറച്ച് പൈസ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, 10-15,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഇവനെ ഫ്രണ്ട് നിർത്തി കളിക്കുകയാണ്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവ ഒരു ദൈവവിശ്വാസി, ആ പള്ളിയിലല്ലേ പോകുന്നേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ സഭയെ കയറ്റുമോ? ഒന്നാമതേ ഇവൻ ഒരൊറ്റ നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഇനി സഭക്കാരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ എന്താവും? അവസ്ഥ ഇവൻ മരിച്ചാൽ പോലും അതിനകത്ത് അടക്കാൻ പറ്റുമോ? തമ്മാടി കൂടി കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ വരുമ്പോഴും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, എൻ്റെ മേൽ കുതിര കയറാൻ വരും. ഇത് സാധാരണ ഇതല്ല, സാധാരണ രീതിയിലുള്ള പ്രശ്നമല്ല. ഇതുവരെ ഉണ്ടായിക്കൊണ്ടുവന്ന സാധാരണ ഒരു പ്രശ്നമല്ല. പള്ളിക്കാരാണ്, അല്ല പിന്നെ മതത്തിൻ്റെ കാര്യമാണ്. മതത്തിന് വെച്ചൊന്നും കളിക്കരുത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരല്ലേ, എല്ലാ മതക്കാരും വേണ്ടി അവന്. നിനക്ക് വല്ലതും മനസ്സിലായ? അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കും കേട്ടാ. ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. വേണ്ട വേണ്ട, ചായ അവിടെ നിന്ന്
ആരല്ലേടി ഡാഡി കത്തിയെന്ന് ഇത് ഗുണ്ട അമ്മ ഡാഡി എന്ന് എന്താ ഇത്? ഏ? കൊണ്ടുവന്നേ. ഏ? ഭക്ഷണം വേണോ? ഞാൻ കഴിച്ചു എവിടെ നിന്ന് കിട്ടി? ഞങ്ങള് ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ട് എല്ലാരും കൂടെ ഇരുന്ന നിങ്ങൾ എവിടെ പോയതാന്ന്? പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുഖത്ത് നോക്കാത്ത എന്താ? അയ്യോ എനിക്ക് ഒരു നാണമില്ല മുഖത്ത് നോക്കാൻ. പഴയ മുഖം തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. നിങ്ങൾ പാർട്ടി ഓഫീസിൽ തന്നെ പോയതാണോ? എന്ത് നീ ക്രോസ് വിസ്താരം ചെയ്യുന്ന കാര്യം പറ. നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ ക്ലീറ്റോ? നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേന്ന്. നാളെ മുതൽ എല്ലാം നന്നാവും. പാലിന് എത്ര പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ അവർ രാവിലെ വരാൻ പറയണം. എന്നിട്ട് നിൻ്റെ ചിട്ടി ഏതാ മുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പൈസ കൊടുക്കാനുള്ളത് എല്ലാം ക്ലിയറായിട്ട് നാളെ ക്ലിയർ ചെയ്തോ. ഇടേ നിങ്ങൾ നശിച്ചാൽ മതി ഈ പൈസയും കൊണ്ട്, ഞങ്ങൾക്കിത് വേണ്ട. നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്താനാണെങ്കിൽ ഈ പണി നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ എന്തിനാ ഇപ്പം ഈ പള്ളിക്കെതിരെ നിൽക്കണേ? ഓ ഓ ഓ ഓ അപ്പോൾ ന്യൂസൊക്കെ ഇവിടെ കിട്ടിയില്ലേ? ഇതെവിടെ നിന്ന് കിട്ടി ന്യൂസ്? ഞാൻ പള്ളിക്കെതിരെയല്ല, എൻ്റെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മുതലാളിക്ക് കൂടെ അയാളെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പൈസ വേണ്ട നിങ്ങൾക്ക്. ക്ലീറ്റോ എന്താ ഉദ്ദേശിക്കണേ? ക്ലീറ്റോ എല്ലാം കഴിഞ്ഞിട്ട് പള്ളിയുടെ പുറത്തോട്ടായി. തങ്ക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണത് ഞാനല്ല, ക്ലീറ്റോയാണ്. ഞാനിതിപ്പോ ആവശ്യമുള്ള ഒരു കാര്യമാണ്, സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യാണ്. അതെ, സുരേന്ദ്രൻ മുതലാളി സ്ഥലം കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ നോക്കണം, അല്ല നിങ്ങളല്ല അതിന്റെ പുറകെ നടക്കണ്ടേ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ആ സുരേന്ദ്രൻ മുതലാളിയുടെ സ്ഥലത്ത് കുറേ പാവങ്ങൾ ഗൾഫിൽ അവിടെ ഇവിടെ പോയി കഷ്ടപ്പെട്ടുണ്ടെന്ന് പൈസ വാങ്ങിച്ച് വീട് വെക്കാൻ പോകണം. അതിന്റെ ഫ്രണ്ട് തന്നെ ഈ പള്ളിക്കാർക്ക് സെമിത്തേരി വേണമെന്ന് എന്താണ്? നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വെള്ള പൂശി കാണിക്കല്ലേ? അവിടെ വീടുകളല്ല വരുന്നത്, വലിയ വലിയ ഫ്ലാറ്റുകളാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് വന്നാലും പൊന്നുടപ്പുറന്നുള്ള അവിടെ താമസിക്കുന്നൊക്കെ ജീവനുള്ള ആളുകൾ തന്നെ അല്ലേ? അപ്പൊ അവരെങ്ങനെ സമാനത്തോടെ ഈ ശവപ്പറമ്പിന്റെ ഫ്രണ്ടിൽ താമസിക്കും? അപ്പൊ നിങ്ങൾ അവിടെ ശവക്കോട്ട വരാൻ സമ്മതിക്കൂല? ഓ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് വരൂല. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ചത്താ എന്നെ കുഴിച്ചിട്ടിട്ട് എവിടെ കുഴിച്ചിടും? എവിടെ എന്നെ കുഴിച്ചിടും? കുഴിയിടാ. എന്റെ കുടുംബ കലറുണ്ട് പാലായിൽ കേട്ടോ. അവിടെ ചെന്നാ മതി. അവിടെ ഒരു കുഴപ്പമില്ല. ചത്ത് കിടന്നാലും നിങ്ങളുടെ അളിയെ അതിന് സമ്മതിക്കുന്നു തോന്നണില്ല. പിന്നെ എന്റെ അളിയെ അങ്ങനെ സംഭവിച്ചില്ല, അവനെ കൊന്നിട്ട് ഞാൻ ചാവും. ആ അതെ എന്റെ പൊന്ന് ക്ലീറ്റോ, ഞാൻ കാല് പിടിക്കുക, ഇത് ചെയ്യല്ലേ ക്ലീറ്റോ, ശാപം കിട്ടും. കിട്ടിയോട്ടെ, എനിക്ക് ശാപം ഇച്ചിരി കുറവാണ് എൻ്റെ ലൈഫിൽ, ഇച്ചിരി ശാപം വേണം. ക്ലീറ്റോ നമുക്കിത് വേണ്ട ക്ലീറ്റോ, പറയണത് കേക്ക് ക്ലീറ്റോ. നമുക്ക് വേണ്ട, പക്ഷെ എനിക്ക് വേണം. എന്തിനാന്ന്? സുരേന്ദ്രൻ മുതലാളി നേരത്തെ അറിഞ്ഞില്ലേ? സുരേന്ദ്രൻ മുതലാളിയെ പറ്റിച്ച് പള്ളിക്കാര് അയാള് ചോദിച്ച പൈസ കൊടുത്തതല്ലേ? ചോദിച്ച പൈസ കൊടുത്താലും പള്ളി കെട്ടാനെന്നും പറഞ്ഞല്ലേ ഒരു വാങ്ങിച്ച, പിന്നെ എന്തിനാ അവിടെ സെമിത്തേരി ഇടണേ? അത് മേടിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം, അവരുടെ സ്ഥലത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങ് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ മതി, അതൊന്നും ഇവിടെ നടക്കൂല ഈ നാട്ടില്. ഞാൻ പറയണ കേക്ക് ക്ലീറ്റോ. ചുമ്മാ എന്റെ സ്വഭാവം മാറ്റും. നിങ്ങൾ ഈ കൊച്ചിനെ നോക്കി ഇതിനോർത്തെങ്കിലും ഒന്ന് ചെയ്യല്ലേ ഇത്? അതിനെ ഓർത്താണ് ഞാൻ പലതും ചെയ്യണം. അതിന്റെ ഭാവി, നാളെ അതിന്റെ ഭാവി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണം കേട്ടാ. നിങ്ങൾക്ക് എന്ത് വലുത് വരാനിരിപ്പുണ്ട്, അതാ നിങ്ങൾ. അത് വരും. നാളത്തെ സമരം വിജയിച്ചു കഴിഞ്ഞാൽ വലുത് വരും. നാളെ ഒരുത്തന്റെ ശവം അവിടെ അടക്കാൻ കൊണ്ടുവരുന്നുണ്ട്, ഒരു സോളമൻ. ആ ശവം അവിടെ അടക്കണത് നമുക്കൊന്ന് കാണണം. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം വിജയിച്ച് പിന്നെ എല്ലാം വലുതാ വരുന്നത്. സുരേന്ദ്രൻ മുതലാളിയിൽ ഈ ചക്കര പോയിട്ട് പറഞ്ഞപ്പോ ഡാഡി വാ. ഡാഡി പൈസ വാതിൽ തന്നാക്കാനുള്ള പൈസ ഇല്ല കേട്ടാ. എന്ത് വില കൊടുത്തും ശവം ഇതിനകത്ത് കാലുകുത്തരുത്. അതെ, ശവം എങ്ങനെയാണ് കാല് കുത്തുന്നത്? ശവം കൊണ്ടുവരുന്ന ആൾക്കാർ ഇതിനകത്ത് കാലുകുത്തരുത്. അത് കുത്തില്ല. പിന്നെ അഥവാ അവർക്ക് ശവം കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ശവം ഇവിടെ വീണതിന് ശേഷം കൊണ്ടുപോയാൽ ഓരോ കാരണവശാലും ശവം ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നറിയോ? അതിന്റെ ബാക്കിൽ കിടക്കുന്ന 20 സെന്റ് സ്ഥലം അഡ്വാൻസ് കൊടുത്തു, അമ്മാരതും തിരിച്ചു വാങ്ങിച്ചു പോയി. ഇവിടെ സെമിത്തേരി വരുന്നു പറഞ്ഞു. ഞാനൊരു 10 സെന്റ് വേറൊരാളോട് സംസാരിച്ചു വെച്ചാൽ നമുക്ക് വല്ലതും ചില്ലറ കിട്ടി പോകണം. സെമിത്തേരി എന്ന് പറയാൻ ആവാരും പോയി. ഈ അച്ഛന്മാർക്ക് ഈ പണി കൊള്ളാമോ? ഇവിടെ ഹാളുണ്ടാക്കാന്ന് പറഞ്ഞാണ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. അതിപ്പോ വാങ്ങണവരുടെ ഇതാണ്, പക്ഷെ നമുക്കതല്ലോ. നമുക്ക് നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയാണ് വലുത്. പിന്നെ അതിൽ അച്ഛൻ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇട്ടിട്ട് പോകരുത് കേട്ടാ. പിന്നെ നടരാജാവ് ഒരുപാട് പേര് വേണ്ടതല്ലേ ഒരു സമരത്തിന്? തിന്നാനുള്ള വല്ല പരിപാടിയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾ കാണല്ലോ. എവിടെ ബാക്കിയുള്ളവരൊക്കെ? പള്ളിക്കാരി ആയതുകൊണ്ട് ആരും വരത്തില്ലെന്നാ പറഞ്ഞത്. ഓ കഷ്ടം. നിനക്ക് ഇനി വരട്ടെ അടുത്ത പരിപാടിക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ ചെയ്യണമെന്നുള്ളത്. അളിയാ മറ്റേ ബുള്ളറ്റ് വർക്ക് വിളിക്കുന്നില്ലേ? എന്താണ് ചോദിച്ചു? ഹലോ, വർക്കി പറ. വർക്കി എന്ത്?
ആ അവർ തിരിച്ചവിടുന്ന് ആ ശരി അതെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ആ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരുണ്ട് ആവശ്യമുണ്ട് നീ 10 ആളോട്ട് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ. അതെ തിരിച്ചിട്ടുണ്ട്. ഇനി എന്തിനും തയ്യാറായി നിന്നോണം കേട്ടല്ലോ. ഏത് രീതിയിലുള്ള ആക്രമണം വന്നാലും നമ്മൾ നെഞ്ചു വിരിച്ചു നിന്നോണം കേട്ടാ. നിർത്ത് വെള്ളം ഉണ്ടാക്കാതെ എന്താ ക്ലീറ്റസേ പ്രശ്നം? അച്ഛോ കാര്യം എന്താണെന്ന് ഇതിൽ എഴുതിയിരിക്കണം. മലയാളം വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ എളുപ്പമായി. അച്ചോ സെമിത്തേരി മാറ്റി സ്ഥാപിക്കണം. അതെങ്ങനെ ശരിയാവും? പള്ളി വാങ്ങിച്ച സ്ഥലമല്ലേ ഇത്? അച്ഛോ എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛോ? പള്ളി ഈ സ്ഥലം വാങ്ങുമ്പോൾ എന്താ ഇവിടെ ഹാള് കെട്ടാനെന്ന് പറഞ്ഞാണല്ലോ വാങ്ങിയത്. അന്നത്തെ ആവശ്യം അതായിരുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ശവങ്ങൾ മറവ് ചെയ്യാനുള്ള സ്ഥലമില്ല. അച്ഛോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ പുറകില് ഒരുപാട് വീടുകൾ വെക്കാണ്ടാണ് ആൾക്കാർ ഈ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയിട്ടവരൊക്കെ ഇപ്പൊ എന്ത്? ഈ നാട്ടിൽ മൊത്തം പള്ളികളുണ്ട്, അവിടെ ഒക്കെ സെമിത്തേരികളും ഉണ്ട്. ഇതിനൊക്കെ അടുത്ത് വീടുകൾ വെച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസികൾ തന്നെ ഇതിനൊക്കെ അടുത്ത് താമസിക്കുന്നില്ലേ? അച്ഛോ പള്ളി കോമ്പൗണ്ടിൽ സെമിത്തേരി ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് പൊതുജനങ്ങൾ താമസിക്കുന്ന ഇത്രയും ഇതിനൊരു കോമ്പൗണ്ട് വാൾ കെട്ടി നമ്മൾ അതിനെ മറയ്ക്കും. അച്ഛോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ശവങ്ങളെയാണ് അവിടെ അടക്കുന്നത്. ശവം ഇവിടെ കൊണ്ട് പ്രദർശനത്തിന് വെക്കുക അല്ലല്ലോ ക്ലീറ്റസേ, അതിനെ നമ്മൾ മറവി ചെയ്യുകയല്ലേ? അത് പറയരുത്. ഈ ശവങ്ങളുണ്ടല്ലോ രാത്രി ആയി കഴിയുമ്പോൾ ഈ ശവക്കോട്ടയുടെ സൈഡിൽ കൂടെ പോകണം, ചാടി എണീറ്റ് വരെ. അതൊക്കെ അച്ഛനൊന്നും പ്രശ്നമല്ല. നീ ഇടവകയിലുള്ളതാണ്, അതുകൊണ്ട് നീ കാണിക്കുന്ന വളരെ മര്യാദകേടാണ്. മോനെ സണ്ണി, ഞാനേ ഈ ഇവിടുത്തെ വാർഡിലെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കണം. ജനങ്ങളുടെ പ്രശ്നമാണിത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ അതിന്റെ ഒരു പ്രശ്നങ്ങൾ. നാളെ നീയും മരിക്കും. നീ മരിച്ചാൽ ഇവിടെ തന്നെ കൊണ്ടുവരേണ്ടത്. നീ അത് മനസ്സിലാക്കണം. ഞാൻ മരിക്കൂലേ. കർത്താവ് എന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. വേണ്ട കൊച്ചച്ച. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പള്ളിക്കാരോട് പള്ളി തീരുമാനങ്ങളിലും പള്ളിക്കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛോ ഞാൻ വളരെ വിനയത്തോടു കൂടി ഞാൻ അവസാനമായിട്ട് പറയണത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഈ തീരുമാനം അങ്ങ് മാറ്റണം. ഇനി നിങ്ങൾക്ക് അടക്കി തീരുമാനം എന്റെ നെഞ്ചത്ത് കയറ്റിയിട്ട് നിങ്ങൾ അടക്കി. അത് ശരിയാവില്ല ക്ലീറ്റസേ. പള്ളിക്കായി വാങ്ങിയ സ്ഥലം പള്ളിയുടെ സ്ഥലം. നമ്മൾക്കിവിടെ ഇത് മറവ് ചെയ്തേ പറ്റുള്ളൂ ക്ലീറ്റസേ. അച്ഛോ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അടക്കിയിട്ട് നിങ്ങൾ അടക്കിക്കോ. വേറെ ശവം അടക്കിക്കോ. ഞങ്ങൾ ആദ്യം അടക്കും, എന്നിട്ട് നിങ്ങൾ ശവം അടക്കും. ബഹളം ഉണ്ടാക്കരുത്. സമാധാനം. ബഹളം ഉണ്ടാക്കാതെ പറയണത് കേൾക്കൂ. ബഹളം ഉണ്ടാക്കാതെ വരൂ കൊച്ചൻ വരൂ. അതെ ഞാൻ അവനെ നേരത്തെ നോക്കി, അവന് ഇച്ചിരി കുഴപ്പം കൂടുതലാണ്. ക്ലീറ്റസേ ഇല്ല ഞങ്ങളിവിടെ പറഞ്ഞതാ. അതെ എല്ലാവരും അവിടെ ഇരിക്കും. ശവം ഇവിടെ ഇറക്കരുത്. നിന്റെ ശവം ഇവിടെ വീഴും. നമ്മളവിടെ ഇരിക്കും. അവര് തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ചു. അങ്ങോട്ട് ഇരിക്കേ എല്ലാവരും. വെള്ളം വേണോ രാജാ? ക്ലീറ്റസേ, ആരോരുമില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവുമാണ് അവർ. അവർക്ക് കിടപ്പാടമില്ല. വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ പെട്ട് ജീവിക്കുന്ന അവരുടെ ശവം നമ്മുടെ പള്ളിപ്പറമ്പിൽ വേണം അടക്കാൻ. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ അത് ഇവിടെ അടക്കാൻ ക്ലീറ്റസിൻ്റെ സുഹൃത്തുക്കളും സമ്മതിക്കില്ല. അച്ഛോ അച്ഛനീ പറഞ്ഞില്ലേ ആരോരും ഇല്ല അനാഥൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതേ അവസ്ഥയാണ് ആ സുരേന്ദ്രൻ മുതലേ. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. അയാൾ ഒരു അനാഥനാണ്. അയാളൊരു ധനികനാണ് ക്ലീറ്റസേ. എന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനല്ലേ അച്ഛോ? അതെ, അയാൾക്ക് പണമുണ്ടല്ലോ. അച്ഛോ നമ്മൾ അതും പറഞ്ഞു നിൽക്കണ്ട. ഇവിടെ എന്തായാലും ശവം അടക്കാൻ പറ്റില്ല. ക്ലീറ്റസ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. ഇല്ല അച്ഛോ, ഞങ്ങൾ ഈ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. ശരി ആയിക്കോട്ടെ. അപ്പോൾ പിന്നീട് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഞങ്ങൾ ഇടവകയിലെ പ്രമുഖന്മാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാം. അത് കഴിഞ്ഞ് ക്ലീറ്റസിനെ ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം. ഇന്നിപ്പോ ഈ ശവം മറവ് ചെയ്യുന്നുണ്ട്. ഈ സണ്ണിയുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ അത് ഞങ്ങൾ ആലോചിച്ചോളാം. ക്ലീറ്റസിന്റെ ഉപദേശം തൽക്കാലം ആവശ്യം. അതെ, ക്ലീറ്റസിന്റെ ഉപദേശം ഞങ്ങൾ തൽക്കാലം ചോദിക്കുന്നില്ല. പിന്നെ അച്ഛൻ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. നമ്മുടെ സുരേന്ദ്രൻ മുതലാളിക്ക്
ഒരു 10 ഏക്കർ സ്ഥലം മറ്റേ കൊറ്റാമലയുണ്ട്. കൊറ്റാമല ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി കിടപ്പുണ്ട്. ഈ സ്ഥലം അത് തിരിച്ചു വിട്ടുകൊടുത്താൽ നമുക്ക് ആ സ്ഥലം വേണം ഞാൻ കച്ചവടമാക്കി തരാം. അതെ, അവിടെ നമുക്ക് സെമിത്തേരി ആക്കാം. അത് നല്ലൊരു ഐഡിയ. പള്ളിക്കാര്യങ്ങൾ അച്ഛൻ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല കേട്ടോ സാർ. ആലോചിച്ച് നല്ലൊരു തീരുമാനം അറിയിച്ചു. ആയിക്കോട്ടെ. ശരി ശരി ശരി, നമുക്ക് പിരിയാം. ബഹളം ഉണ്ടാക്കാതെ എല്ലാവരും ശാന്തരായി നടക്കും. വരൂ 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 വരൂ. അടുത്തോ ഇപ്പൊ എടുത്തൊക്കെയല്ലേ ശവം, അത് മതി. സമാധാനം. സമരം വിജയിച്ചിരിക്കുന്നു. ധീരതയോടെ നയിച്ചോളൂ. സാറേ, എനിക്ക് ആ മറ്റേ കൊച്ചച്ഛൻ്റെ കേസ് പേടിയായിരുന്നു. അയാള് ഇടപെടുവോ എന്നുള്ളൊരു അത് നന്നായി. മറ്റേ നീല ഉടുപ്പിട്ടെ അവനാണല്ലോ ഇത്രയും നമ്മുടെ അടുത്ത്. അവനെ നമുക്ക് പിന്നെ ഒതുക്കാം. പിന്നെ മുതലാളി വിളിച്ചു പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? മോലാളിയെ ഭയങ്കര സന്തോഷം. അല്ല, ബാക്കി പൈസ തരാൻ പറയണം ഇന്ന്. നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, ചെന്ന് ഉടനെ പൈസ മേടിക്കാൻ പറ്റും. മേടിക്കണം, കൈയോടെ മേടിക്കണം. അല്ലാതെ നമുക്ക് ചെറിയ പാർട്ടി നടത്തണം. ഒരു നിമിഷം. ഹലോ, എന്ത് തെങ്ങാം? അതെയോ? ഹലോ ഹലോ, അതെ സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം. എന്തോ നീ കാര്യം പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയാം, ഞാൻ വിളിക്കാം. കാര്യം പറഞ്ഞിട്ട് പോടെ. ഇരിക്കല്ലേ, ഒരു തൂമ്പായിട്ട് പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ടിപ്പോൾ മേടിച്ചിട്ടാണ് പറമ്പിൽ കൊണ്ടൊന്ന് കുഴിച്ചിടും. നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോയപ്പോൾ, ഇത് ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യല്ലേന്ന്. അപ്പോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ, നാക്കുണ്ടോ ഇപ്പോൾ? എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്തോ. സാധനം വൈകുന്നേരത്തിന് മുമ്പ് ഇവിടുന്ന് മാറിക്കൊള്ളണം. ആ പടി. സാറേ, സെമിത്തേരിക്കെതിരെയുള്ള നമ്മുടെ സമരം പിൻവലിച്ചു. ആ, Alien versus Alien.